ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലാണ്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ്. നമ്മളിപ്പോൾ ഫോട്ടോ നിന്ന് ഇറങ്ങിയിട്ട് ഫോട്ടോ നിന്ന് ഒരു ഊബർ വിളിച്ചിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഡ്രൈവറെ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെ അലക്സാണ്ട്രിയയിൽ ബൈക്ക് ടാക്സികൾ കുറവാണ്. അപ്പം പിന്നെ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ കാറിൽ വിളിച്ച് പോകാനാണ് ബെറ്റർ. കാരണം ഒരു 40-50 ഒരു ഈജിപ്ഷ്യൻ പൗണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇതേ ഒരു ട്രാം മുന്നിൽ പോകുന്നു. ഇവിടുത്തെ ട്രാം അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ കളറൊക്കെ സെയിം ആണെന്ന് തോന്നുന്നു. മുമ്പിൽ കാണുന്ന ടാക്സിയൊക്കെ ഇതേ കളറാണ്. മഞ്ഞ കറുപ്പെന്ന രീതിയിലുള്ള കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ട്രാമിൻ്റെ കളറും അതേ കളർ തന്നെയാണുള്ളത്. കാലിയാണ്, ആരും ഇല്ലല്ലോ, കാലടിച്ചിട്ടാണല്ലോ പോകുന്നത്. ഞാനിപ്പോൾ പോകുന്നത് കത്താക്കോം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പോയ ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് പോകുന്നത്. പക്ഷെ പോകുന്നതിന് മുമ്പായിട്ട് എനിക്കിന്ന് അലക്സാണ്ട്രിയയിൽ നിന്ന് തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ അതിനായിട്ട് ബസ് ടിക്കറ്റൊക്കെ കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഡ്രൈവറോട് പറഞ്ഞപ്പോൾ ഡ്രൈവർ ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാനാണ്. ഇവിടെ ഗോ ബസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എനിക്ക് തോന്നുന്നു ഗോ ബസ്സാണ് കൂടുതലായിട്ട് ഫേമസ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ള അലക്സാണ്ട്രിയയിൽ ഇന്ന് രാത്രി ഞാൻ ചിലപ്പോൾ അലക്സാണ്ട്രിയയിൽ നിന്ന് തിരിച്ച് നേരെ കൈറോയിലോട്ട് പോകും. കൈറോ ഒന്ന് നേരെ പോകുന്നത് ലക്സർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ലക്സർ എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ ഏറ്റവും അവസാന ഭാഗമാണ്. ഏകദേശം സുഡാൻ്റെ ബോർഡറിനോട്ട് അടുത്തായിട്ട് വരും. അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ അതിനൊക്കെ ആയിട്ടുള്ള ബസ് ടിക്കറ്റൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ ആകെ 3-4 ദിവസമേ ഉള്ളൂ. കൈറോ നിന്ന് ലക്സറിലേക്ക് ഏകദേശം 10 മണിക്കൂർ തോട്ടുണ്ട്, 10-12 മണിക്കൂർ തോട്ടുണ്ട്. ഗോ ബസ്സിന് ടിക്കറ്റ് എടുത്ത് 5 ടൈപ്പോളം ടിക്കറ്റ് ഉണ്ട്. എക്കോണമി ക്ലാസ് ഉണ്ട്, സൂപ്പർ ഗ്ലോ ക്ലാസ് ഉണ്ട്, ബിസിനസ് ക്ലാസ് ഉണ്ട്, എലൈറ്റ് ക്ലാസ് ഉണ്ട്, എയറോഫ്ലൈറ്റ് ക്ലാസ് ഉണ്ട്. എയറോഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് മോഡ് തന്നെ. രണ്ട് ടിക്കറ്റ് എടുത്ത്, അതായത് അലക്സാണ്ടറിൽ നിന്ന് കൈറോയിലേക്ക് പോകാനും അതേപോലെ തന്നെ കൈറോന്ന് ലുക്സറിലേക്ക് പോകാനും. ഓക്കെ, 750 ഗിനി, അതായത് 75 റിയാലുള്ളൂ ഏകദേശം. അത്രത്തോളം വന്നിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റായി നമ്മുടെ കയ്യിൽ. നല്ലൊരു ടാക്സിക്കാരനെ കിട്ടി. ടാക്സിയിൽ കയറിയപ്പോൾ ഓൺലൈൻ ടാക്സി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഒരു ലൊക്കേഷൻ ഇട്ടിട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ബസ്സിന് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അറിയാമെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് അയാൾ ബസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ബസ്സിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ സമാധാനമായി. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ടാക്സിക്കാരനെ എവിടെയോ നിർത്തുന്നുണ്ട്, എന്നെ കാത്ത്. ആ ടാക്സിക്കാരനെ നോക്കി ഞാൻ നടക്കുന്നത്. താങ്ക് യു. I took the ticket. It's great. നല്ലൊരു ടാക്സി ഡ്രൈവർ. താങ്ക് യു. മഷ്കൂർ. അല്ല, I will put it. Thank you. ഞാനിങ്ങനെ ഒരു സ്ഥലത്തിന് ലൊക്കേഷൻ ഇട്ട് പോകുന്ന സമയത്ത് ഞാൻ ചോദിച്ചതാണ് ബസ്സിന് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം ഇടിയാണ്. അപ്പോൾ പുള്ളി ബസ് സ്റ്റേഷനിൽ കൊണ്ടു തന്നു. പൈസ എക്സ്ട്രാ കൊടുക്കും, വേറെ വിഷയം. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇതാ വണ്ടി കയറ്റി തിരിച്ച് പോവാണ്. അപ്പോൾ എല്ലാ ടിക്കറ്റും എടുത്തു. ഇവിടുന്ന് അവിടെ ബസ്സിന് ഒരു ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്ന ടിക്കറ്റ് അവിടെ എത്തിയ ശേഷം നോക്കാം. മഷ്കൂർ, താങ്ക് യു. അലക്സാണ്ട്രിയയിലെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ദ കത്താക്കോം എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് കാഴ്ചകൾ കാണാം. അലക്സാണ്ട്രിയയിൽ ഏകദേശം എല്ലാ സ്ഥലത്തും ടൂറിസ്റ്റ് പ്ലേസിനും ടിക്കറ്റ് വരുന്നത് 150 ഗിനിയാണ്. ഇവിടെയും 150 ഗിനിയാണ് എടുത്തിരിക്കുന്നത്. കത്താക്കോം എന്ന് പറഞ്ഞ സ്ഥലത്ത് 150 ഗിനി, അതായത് എന്താ പറയുക, ഇവരുടെ മമ്മീസിനൊക്കെ അടക്കിയിരിക്കുന്ന ഈ ഡോമുണ്ടല്ലോ, അത്തരത്തിലുള്ള സാധനങ്ങളാണ് ഇത് കാണുന്നത്. ഇവിടെ ഒരുപാട് ടോമിൻ്റെ ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും മര്യാദയ്ക്ക് വൃത്തിയിൽ കൊണ്ടു നടക്കുന്നില്ല. എല്ലാം ആകെ എന്താ പറയുക, ഒരു പഴഞ്ചൻ സ്റ്റൈലിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പൊളിയാവുന്ന രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. ഇതൊക്കെ ഒരുപാട് ചരിത്രപ്രദമായ പല ടോമുകളായിരിക്കും. അതേപോലെ തന്നെ കാണുമ്പോൾ ചെറിയൊരു അമ്പലം പോലെയും അത്തരത്തിലൊരുപാട് സാധനങ്ങളൊക്കെ കാണും. പക്ഷെ ഒന്നും ക്ലീൻ അല്ല. എല്ലാം പൊടി പിടിച്ചിട്ടും ഒരു മെയിൻ്റെനൻസ് ചെയ്യാത്ത രീതിയിൽ ആകെ പൊട്ടിയും പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ ടോമുകളിൽ ഇരിക്കുന്ന സ്ഥലങ്ങളാണിത്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ കുണ്ടിലൊക്കെ ആൾക്കാർക്ക് വേസ്റ്റും കാര്യങ്ങളൊക്കെ കല്ലും മണ്ണൊക്കെ ആയിട്ട് വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ഒന്നിനൊരു വൃത്തിയില്ല. ഇവിടെയൊക്കെ കണ്ടില്ല, ഒരു ആളെ മനുഷ്യൻ്റെ രീതിയിലേക്ക് കാണുന്നത്, കിടക്കുന്ന ഒരാളെ രീതിയിലേക്ക് കുഴിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇഷ്ടം പോലെ കല്ലുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. അത്തരത്തിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗം. അത് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതായത് ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ കല്ലും മണ്ണും ഉദ്ദേശിക്കുന്ന ആ രീതിയല്ല. അതായത് ഇത്രയും പഴക്കം ചെന്ന സ്ഥലങ്ങൾ, ടോമൊക്കെ കുഴിച്ചിട്ട സ്ഥലങ്ങൾ, അതിൻ്റെ ഇത് കൊണ്ടില്ല, ഇൻഫർമേഷൻ ബോർഡ് അതൊക്കെ പൊട്ടിയും പൊളിഞ്ഞ് ആ വെയിലടിച്ച് കളർ ഫെയ്ഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. അത്രയും ഒരു മെയിൻ്റെനൻസ് ചെയ്യാത്ത രീതിയിൽ വെച്ചിരിക്കുകയാണ് ഈ സ്ഥലങ്ങൾ. പുറത്ത് നമ്മൾ കല്ലറൊക്കെ കണ്ടു. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകണം. എന്താ കത്തക്കോം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ആഴത്തിലേക്കുള്ള, അതായത് താഴോട്ടേക്ക് പോകുന്നൊരു വഴി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ കാണുമ്പോൾ ഒരു കിണറൊക്കെ പോലെയാണ് തോന്നുന്നത്. ഇതാണല്ലോ ഫുള്ള് റൗണ്ട് ഷേപ്പായിട്ട് കിണർ പോലെ. ഇവിടെ നോക്കിയാൽ തന്നെ നമുക്കൊരു കിണറിന്ന് നോക്കുന്ന പോലെ ഉണ്ട്. ഇത്ര താഴെ ഇറങ്ങി നമുക്ക് പോകണം.
ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് ഏകദേശം 3 നില കെട്ടിടത്തിന് താഴ്ച ഉണ്ടാവും. അത്രയും താഴ്ചയിലൊക്കെ ഇറങ്ങി വന്നിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ചുറ്റി കറങ്ങി ആ ഒരു കിണറിൻ്റെ ഭാഗം ഇങ്ങനെ കറങ്ങി വന്നതുപോലെ അത്രയും കറങ്ങി ഒരു 3 നില കെട്ടിടത്തിൻ്റെ താഴ്ച എന്തായാലും ഉണ്ടാവും. ഇവിടെ നമുക്ക് ഒരുപാട് ഈ ശവകുടീരങ്ങളൊക്കെ വെച്ച സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെയും ഒക്കെ ശവകുടീരങ്ങൾ വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ വഴികളുണ്ട്. പല വഴികളിലോട്ട് പോയി ചിലപ്പോൾ നമ്മൾ വഴി തന്നെ തെറ്റിപ്പോയി. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, എവിടെയൊക്കെ കണ്ടു, അല്ലെങ്കിൽ എവിടെ എത്തി എന്നുള്ളത്. ഇവിടെ നമുക്ക് ഈ ഒരു ചെറിയൊരു ഭാഗം നമുക്ക് മേലോട്ട് ഭാഗം കാണാൻ പറ്റും. ഇത് കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ അസ്ഥികളൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഈ കാണുന്ന കണ്ണാടി ചില്ല് ആ ഒരു പെട്ടിയിൽ അസ്ഥികൂടങ്ങൾ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം, അങ്ങോട്ടേക്ക് ഞാൻ പോയിട്ട് കാണിച്ചുതരാം. പക്ഷേ വലിയ രീതിയിൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നില്ല. കാരണം ആ കുഴിയിലൊക്കെ ഈ പലരും വന്നിട്ട് പല പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വൃത്തിയും ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്നില്ല. ഇതിൽ ഫുള്ള് എല്ലും കഷ്ണങ്ങളാണ്. അത് മൃഗത്തിൻ്റെ എല്ലും കഷ്ണങ്ങളൊക്കെയാണ് കാണുന്നത്, കണ്ണാടി ചില്ലിട്ടിരിക്കുന്നത്. കാരണം മനുഷ്യൻ്റെ അല്ല. കാരണം അത്രയും വലിപ്പം ആ ഒരു സൈസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഏകദേശം മൃഗങ്ങളുടെയൊക്കെ എല്ലും കൂടാണൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രമാണ് എല്ലും കൂട് കണ്ടിട്ടുള്ളത്. ആ ഒരു കണ്ണാടി ചില്ലിൽ ബാക്കി എവിടെയും കണ്ടിട്ടില്ല. ഇത്തരത്തിൽ കുഴികൾ എല്ലാ ഭാഗത്തും ഉണ്ട്. പല രീതിയിലുള്ള കുഴികൾ, പല സൈസിൽ, പല വലിപ്പത്തിൽ. ഒരുപാട് നിഗൂഢത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ. അയ്യോ ഉള്ളിലേക്ക് മാളൊക്കെ കാണണ്ടല്ലോ. ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ. എല്ലാം എടുത്ത് മാറ്റിയത് കൊണ്ടാണ്. അയ്യോ ഞാൻ ശാസ്തി വിടാണ്. കുപ്പയിലിട്ട് ആൾക്കാർ അതൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഈ ഒരു സ്ഥലത്ത് മെയിൻറ്റെയിനിങ് എത്ര പോകാം. എത്രയാണ് എൻ്റെ പൊന്നോ. എനിക്ക് ശവകുടീരങ്ങൾ വെച്ച സ്ഥലങ്ങൾ അത് ഇന്നലെ വെച്ചതാ. 4000-3000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ശവകുടീരങ്ങൾ വയ്ക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. പണി നടന്നുകൊണ്ടൊക്കെയാണ്, മെയിൻ്റനൻസ് ആവുന്നുണ്ട്. അതിപ്പോൾ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. എൻ്റെ പൊന്നോ എത്ര ഡെഡ് ബോഡികളാണ്. ഞാനിപ്പോൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തണുപ്പുണ്ട് കേട്ടോ അതിനുള്ളിൽ. ഒരു കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും കയറുമോ, ചെറുത്താനായിട്ട് കയറുമോ ശരീരത്തിൽ? ഇവിടുന്ന് ആരെങ്കിലും ഉണ്ടാവുമോ? ഏതെങ്കിലും മമ്മി കയറുമോ നമ്മളെ ശരീരത്തിലേക്ക്? മമ്മി ഡാഡി ആരെങ്കിലും വരുമോ ശരീരത്തിലോട്ട്? ഒക്കെ അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ. ഇവിടെ പാമ്പിൻ്റെ ഒക്കെ ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് ഇഷ്ടം പോലെ. Provide just time for the main highlights and also provide a bit free time towards us, so don't worry about it. Because then we have the room ഇഷ്ടം പോലെ നടക്കാനില്ല കേട്ടോ. വഴികൾ തെറ്റുന്നുണ്ട്. എൻ്റെ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. ചെറുത്താൻ കയറുമോ ശരീരത്തിൽ? എൻ്റെ പൊന്നോ, നമ്മളെങ്ങനെ ചേർത്താനല്ലേ, അതിൻ്റെ കൂടുതൽ ചേർത്താൻ കയറാണ്. നല്ല ആൾക്കാരായത്തല്ല ചേർത്താൻ കയറാനേ. നമ്മൾ തന്നെ എല്ലാത്തിൻ്റെ ചേർത്താൻ കളി കളിക്കുന്നത്. അതിൻ്റെ മുകളിൽ ചേർത്താൻ കയറില്ല. ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? ഞാൻ ഞങ്ങൾക്ക് പാമ്പിൻ്റെ ഡിസൈനൊക്കെ കാണിച്ചില്ല. പണ്ട് കാലത്ത് ഈ പാമ്പിൻ്റെ ഡിസൈനൊക്കെ എന്തിനോട് ചെയ്തത്? ഇത്തരത്തിലുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. കണ്ടില്ലേ ഡിസൈൻ കണ്ടില്ലേ? കൊത്തുപണികൾ ചെയ്തത്. ഇതെന്തിനാണ് الملح بتاعه. الملح المفروض ده ما بيخليش حاجه تفسد. موجودين مؤخرين حالهم. ايوه بالظبط. التوكيل التانيين فيهم صاحب المقبره وولدينه. هنا ايه
هنا صور المتوفى نفسه ഇയാളാണ് على شكل ملك او لابس التاج മൊമിഫിക്കേഷൻ بيقدم قربان ഇത് ചെയ്യുന്നത് ഇത് لمين؟ لحد اسمه ഓർഗൻസ് ഒക്കെ റിമൂവ് ചെയ്യുന്നത് ويزيد ഈ مين നാട്ടിലെ سيرابيس؟ മുഖഫേസിൽ سيرابيس ده معبود عمل ايه لما جه الاسكندر وبين اللي احنا عايزين اله مشترك ما بين المصريين واليونانيين فراحوا طالعين ഇപ്പോഴത്തെ കാലത്ത് എംബാമിങ് ചെയ്യുന്ന പറയുന്നത് ഡോക്ടർമാരാണെങ്കിൽ അല്ലെങ്കിൽ അത് പഠിച്ചാണെങ്കിൽ ഇത്തരത്തിൽ നായയുടെ ഫേസ് മാസ്ക് ഇട്ടാണ് അന്ന് മരിച്ച ആൾക്കാരുടെ ബോഡി എംബാമിങ് واليونانيين ചെയ്യുന്നത്. بيعملوها شكل بني ادم لما تروح سيرابيس هتلاقيه في المتحف اليوناني. അങ്ങനെ ഭൂമിക്ക് ഏറ്റവും അടിയിലെത്തി. ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും അടിയിലെത്തി. അടിയെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത്രയും ഉയരത്തിൽ ആകാശം കാണാനുണ്ട്. ഇവിടെയാണ് ആകാശമുള്ളത്. ഇത്രയും അടി താഴ്ചയിലാണുള്ളത്. ഇവിടെയൊക്കെയാണ് ഓരോ മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡീസും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഈ കുഞ്ഞുള്ള തല പൊട്ടുമല്ല. എൻ്റെ പൊന്നോ, അയ്യോ ദേ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ കുനിയണം. പാമ്പ് എഴിഞ്ഞ് പോകുന്ന പോലെ പോകണം. ഇതിവിടെ അവസാനിക്കുകയാണ്. ഇനിയും താഴോട്ട് പോയിച്ചാൽ ചിലപ്പോൾ ഇനിയും പല മമ്മികളെയും പല ഡെഡ് ബോഡികളും കിട്ടുമായിരിക്കും. ഇവിടെ പലയിടത്തും ഉറങ്ങിക്കിടക്കുന്ന ചിലപ്പോൾ ഇതൊക്കെ കളച്ച് മറിച്ച് മൊത്തം ഇതാക്കിയിട്ട് വീണ്ടും ക്ലോസ് ചെയ്തിരിക്കും. ആയിരിക്കും ഇപ്പോൾ തിരിച്ച് കയറണം. ഇത്രയും സ്ഥലങ്ങളൊക്കെ തിരിച്ച് കയറണം. നല്ല സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കയറാൻ പറ്റും. പക്ഷേ ബാഗുണ്ട് എൻ്റെ തോളത്ത്. പക്ഷേ 10-12 കിലോ ഉണ്ട്. അതും വെച്ച് കയറാണ്. അതൊക്കെ ഞാൻ ചുറ്റി കറങ്ങി ഏറ്റവും മേലെ ടയർഡായി. ഇതേ എത്ര ആഴത്തിലാണ് പോയെന്നൊന്നും കൂടി കാണിച്ചു തരാം. ഇതേ ഇവിടെ നോക്കിയാൽ കാണാം. ഇത്രയും ആഴത്തിലുള്ളത്. ഇത് കിണർ കുഴിച്ച പോലെ ഉണ്ടല്ലേ. മേലെ ചോട്ടി കയറി എത്തി. തിരിച്ചു പോവാം. അയ്യോ, ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പം ഇത്രയും നേരം പോയിട്ട് ഓരോന്ന് കണ്ടത്. ഇതിൻ്റെ അകത്തുനിന്ന് കുഴിച്ചെടുത്ത സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഇതപ്പം ഒരു കല്ലിനൊക്കെ വെയിറ്റ് എന്തായിരിക്കും? ഇതെങ്ങനെയാണ് ഇതൊക്കെ ചെയ്തവർ? മനുഷ്യന്മാർ അന്നത്തെ കാലത്ത് ആൾക്കാർ ഇതെങ്ങനെ ചെയ്തത്? ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തുറന്നു വെച്ചാൽ ചെറിയ രീതിയിൽ അതിൻ്റെ ഉള്ളിലാണ് മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡി വെക്കാറുള്ളത്. ഇത്രയും വെയിറ്റുള്ള സാധനങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് അന്നത്തെ കാലത്തെ ജനങ്ങൾ ചെയ്ത പണികൾ, കൊത്തുപണികൾ, വേറെ കല്ലിങ്ങനെ മുറിച്ചെടുത്തിട്ട് കഷ്ണങ്ങളാക്കി. ഞാനിപ്പം പോയ സ്ഥലമാണ് ഈ റൗണ്ട് ഷേപ്പുള്ളത്. ഭൂമിക്കടിയിലൊക്കെ പോയിട്ട് വന്നതാണ്. ഇപ്പോൾ എൻ്റെ മേൽഭാഗമാണിത്. കണ്ടില്ലേ? ഒരു നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫുള്ള് അതിൻ്റെ കളർ ഫീഡൊക്കെ ആയിട്ട് ആകെ ഇതായിട്ട് നശിച്ചു പോയി. ഈ കളറൊക്കെ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അവർ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാം അടുത്ത ലൊക്കേഷനിലേക്ക്. പോകുന്ന വഴിക്ക് വരുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ്. മാർബിൾ കഷ്ണമൊക്കെ അതിൻ്റെ ഷേപ്പ് ആണില്ല, എന്തൊരു വലിപ്പമാണ് ആ തൂണിനൊക്കെ. അത് ഇത്തരത്തിൽ റൗണ്ട് ഷേപ്പായിട്ടും സ്ക്വയർ ഷേപ്പായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പല മെഷീനറീസ് ഉണ്ട്. അതൊക്കെ അന്നത്തെ കാലത്ത് എങ്ങനെ ചെയ്തതെന്നാണ് അത്ഭുതം. ഇനി നമ്മുടെ വണ്ടി കയറ്റി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. വണ്ടിക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. This is Alexander. This is Katagong old city, right? Yeah. It's a souk, right? Souk or what? It looks very old. Tuk tuk, full of it. Yeah, you know, this is But tram. yeah, this Train. is tram. Yeah. It's when the bridge, you know, we bridge Yeah. still here in Alexandria, Egypt. Maybe at 1938. 1938. They came to Egypt and they still here with the guns
and tankers and Okay. still here in Egypt. They do this way of metro. Okay. Okay. And then when America finish it, Is it free or what? no, for maybe 2 or 3 pounds. But this one is very old. Yeah. But it's empty. Nobody's there. Yeah. No, nobody using the Tram? yeah, Only for tourists? not for tourists, just for poor people. Okay. But the poor people now using another kinds of Transportation. ഉച്ച സമയമായി, നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കുകയും ചെയ്യണം, അതേപോലെ തന്നെ സമയം കളയണം. കാരണം ഒരുപാട് സമയം ഇനിയുണ്ട്. കാരണം രാത്രിയാണ് ബസ് ഉള്ളത്. അപ്പോൾ അതുവരെ കഴിയേണ്ട സമയവും എല്ലാം കൂടിയിട്ട് ഞാൻ ടാക്സിക്കാരോട് പറഞ്ഞ ഒരു ഭക്ഷണം കഴിക്കാൻ ഇടയ്ക്ക് നിർത്തണം. അങ്ങനെ പുള്ളി എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെ പോയിട്ട് പുള്ളി തന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്ത്, അതായത് ഈജിപ്ഷ്യൻ ട്രഡീഷണൽ ഫുഡ്, അതും വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് ഇങ്ങനെ കഴിക്കുക. this is the oldest one of all Africa. ആഫ്രിക്കയിലെ പഴയ സ്റ്റേഡിയം എല്ലാ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ This is the വെച്ചിട്ടുണ്ട്. first of ആഫ്രിക്ക അലക്സാണ്ട്രിയ സ്റ്റേഡിയം, yes. ഓൾഡസ്റ്റ് സ്റ്റേഡിയം ഇൻ ആഫ്രിക്ക. ഓക്കെ, അതിന്റെ ലൈറ്റാണ് കാണുന്നത്. കാണുന്ന തൂണുകൾ ലൈറ്റാണ്. ഇതാണ് ആ സ്റ്റേഡിയം, അലക്സാണ്ട്രിയ സ്റ്റേഡിയം. അങ്ങനെ ആ ടാക്സിക്കാരനൊക്കെ ഒരു 350 ഗിനി കൊടുത്തു. നല്ലൊരു ചേട്ടൻ. എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രായമുള്ള ആൾക്കാരെ എടുക്കുക ഇത്തരത്തിൽ ടാക്സി വിളിക്കുമ്പോൾ. നല്ല സ്വഭാവമായിരിക്കും. അലക്സാണ്ട്രിയ നാഷണൽ മ്യൂസിയത്തിൽ ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ടിക്കറ്റ് എടുത്ത് 180 ഗിനിയാണ് അലക്സാണ്ട്രിയ നാഷണൽ മ്യൂസിയത്തിൽ ചാർജ് ഈടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് അലക്സാണ്ട്രിയ നാഷണൽ മ്യൂസിയത്തിനകത്താണ്. ചില മ്യൂസിയത്തിനകത്ത് എ സിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഫാന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു മ്യൂസിയത്തിനകത്ത് എ സി ഉള്ളതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. കാരണം വൈകിട്ടായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയും പോകാൻ ഒരുപാട് സമയമുണ്ട്. ഇനിയിപ്പോൾ സമയം കളയാനായിട്ട് വേറെ എവിടെയും പോകാനില്ല. അപ്പോൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ഈ ഒരു ഭാഗം കറങ്ങുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് കണ്ട ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജിൻ്റെ ഭാഗത്തേക്ക് പോകണം. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു US കൗൺസിലേറ്റ് ആയിരുന്നു 2003 വരെ. 2003 ഇതൊരു നാഷണൽ മ്യൂസിയത്തിലേക്ക് മാറ്റിയത്. അന്നത്തെ ഭരണാധികാരിയായ ഹുസ്നി മുബാറക്കാണ് ഇത് 2003 അലക്സാണ്ട്രിയ നാഷണൽ മ്യൂസിയമായിട്ട് മാറ്റിയത്. അതിന് മുമ്പ് ഇവിടുത്തെ US കൗൺസിലേഷൻ ആയിരുന്നു ഈ ഒരു ബിൽഡിംഗ്.
അങ്ങനെ നമ്മുടെ അലക്സാണ്ട്രിയ മ്യൂസിയത്തിൻ്റെ പുറത്തിറങ്ങി വലിയ ഇൻട്രസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ അപ്പൂപ്പൻ ടാക്സി ഡ്രൈവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാക്സി സ്റ്റാൻഡ് അവിടെ ഉണ്ട്, അവിടെ പോയി നോക്കാം. ഏറ്റവും പ്രായം കൂടിയ ആൾക്കാരൊക്കെ ടാക്സി ഡ്രൈവറായിട്ട് വിളിച്ചാൽ നമുക്ക് നല്ലതാണ്. കാരണം കുറച്ചും കൂടി സ്റ്റാൻഡേർഡാണ്. അവർ നല്ലതായി സംസാരിക്കും, ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്, പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. എന്തൊക്കെ നമ്മളെന്ത് പറഞ്ഞങ്ങ് കൊടുത്താൽ മതി. ഈ ചെറുപ്പക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അടങ്ങാറ് അഗ്രസീവ് ആയിരിക്കും ചിലപ്പം. ചില സമയത്ത് നമുക്ക് പറയാമെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഡ്രൈവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ ചെറുപ്പക്കാർ പിള്ളേരൊക്കെയാണ് ഈ ടുക് ടുക്ക് ഉണ്ടല്ലോ, ഓട്ടോറിക്ഷ, ലൈസൻസ് പോലും ഉണ്ടാവില്ല, ആരും ചോദിക്കാനില്ല, ആരും നോക്കാനില്ല, ഓടിച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രായമുള്ള ആൾക്കാരെ കിട്ടിയാൽ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വരികയാണെങ്കിൽ അവരെ സംസാരിച്ചിട്ട് പൈസയൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ട്രിപ്പ് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഞാനിപ്പോൾ അയാളെ ഇത്രയും ചുറ്റിക്കറക്കി കാണിച്ചത് ഒരു 350 റിയാലാണ് ടാക്സിക്ക് പറഞ്ഞത്. പിന്നെ 50 റിയാലും ഞാൻ അയാൾക്കൊരു എക്സ്ട്രാ കൊടുത്തത്, അതായത് 350 ഗിനി. വണ്ടി തുടക്കാണ് അയാളുടെ അടുത്തേക്ക് തിരിച്ചു വന്നത്. You sing? Sing? You sing? Yeah. Okay, sing. ناس دم بتقول الكل ضحية تلك قضية وتلك أيوه. قضية. How old are you? كيف أصدق هذا العالم لما بيحكي عن الإنسان شايف التفكير ضمان علشان نفس الظن ഈ കാണുന്നതാണ് സ്റ്റാൻലി ബ്രിഡ്ജ്. ഇതാണ് എൻ്റെ അലക്സാണ്ടറിലെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം, ബസ്സിൽ കയറണം. ഇപ്പോൾ വൈകിട്ടായി, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ബീച്ചിൻ്റെ ഈ ഒരു ഉള്ളോട്ട് വലിഞ്ഞിരിക്കുന്ന കടലിൻ്റെ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു പാലത്തിന് എവിടേക്ക് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ, എന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ലോക്കൊക്കെ ഞാൻ കണ്ടത് യൂറോപ്പിലാണ്. ഈ ലോക്ക് ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ കാമുകന്മാരുടെ പ്രണയം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകാൻ, ലോക്കായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വിശ്വാസം അത് യൂറോപ്പിലൊക്കെയാണ് അധികം കണ്ടത്. ഇത്തരത്തിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലോക്കുള്ളിടത്തോളം കാലം ആ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു വിശ്വാസം. ചില ആൾക്കാർ ലോക്കിട്ട താക്കോല് കളഞ്ഞിട്ട് ആ ലോക്ക് അല്ലെങ്കിൽ ആ പൂട്ടെടുത്തിട്ട് വെള്ളത്തിൽ കടലിലേക്ക് എറിയുന്ന സമ്പ്രദായമുണ്ട്. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ലോക്കിട്ട് അതിന് ലോക്കിൻ്റെ വെയിറ്റ് കൊണ്ട് ഇങ്ങനെയുള്ള കമ്പി വേലുകളൊക്കെ പൊട്ടി വീണ ചരിത്രമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുറച്ച് ലോക്കുകൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരുപാട് ലോക്കുകളൊന്നും ഇല്ലെങ്കിലും കുറച്ചായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ സ്റ്റാൻലി ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിൽ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലീസ് കുട്ടികളൊക്കെ കുളിക്കുന്ന ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പോകാണ് നമ്മൾ റോഡ് കടന്നിട്ട്. ഇത്തരത്തിൽ പെഡസ്ട്രിയൻ ക്രോസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വണ്ടികളൊക്കെ നിർത്തുന്ന പെഡസ്ട്രിയൻ ക്രോസിങ് നടുക്കായിട്ടൊക്കെയാണ്.
നല്ലൊരു കൺസെപ്റ്റ് അല്ലേ, കടലിലെ ഒരു ചെറിയൊരു ഭാഗം ഇത്തരത്തിൽ ഉള്ളോട്ട് വലിച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് കുട്ടികളൊക്കെ ഈസി ആയിട്ട് കുളിക്കാനൊക്കെ ഇറങ്ങുന്ന നല്ല തിരമാലകൾ അടിക്കുന്നുണ്ട്. ആ ചെറിയൊരു ഭാഗം മാത്രം ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ട് ഒരു പാലാക്കിയിട്ട് റോഡ് നിർമ്മിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കടലിൻ്റെ ചെറിയൊരു ഭാഗം ഒരു സീ ടൈപ്പായിട്ട് ഇങ്ങനെ വന്ന് ഈ ഒരു ഭാഗത്തേക്ക് തിരമാല അടിച്ചിട്ട് കുളിക്കുകയാണ് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഏതായാലും ഈജിപ്തിലെ അലക്സാണ്ട്രിയയിലെ കാഴ്ചകൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റാൻലിയസ് ബ്രിഡ്ജിന് മുമ്പിലാണ്. ഇതാണ് ആ ബ്രിഡ്ജ്. സൈഡിലായിട്ട് കുട്ടികളൊക്കെ അടിച്ചു പൊളിച്ച് എന്താ പറയാൻ ആ തിരമാലകൾക്കൊപ്പം തന്നെ വേവ്സിനൊപ്പം തന്നെ തുള്ളിച്ചാടി തിമിർത്ത് കളിക്കുകയാണ്, കുളിക്കുകയാണ് ആളുകൾ കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പകൽ കാഴ്ചകളാണ് കിട്ടിയിട്ടുള്ളൂ. കാരണം ഇന്നലെ രാത്രി 12 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ നൈറ്റ് ലൈഫ് ഒന്ന് കാണുന്നത് ഇറങ്ങണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഫോണിൽ ചാർജില്ല. ചാർജൊക്കെ കുത്തി വരുമ്പോഴത്തേക്ക് ഏകദേശം 1 മണി 1:30 മണിയായി. പിന്നെ പോയിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചു. അങ്ങനെ നൈറ്റ് ലൈഫ് മിസ്സായി. ഇന്ന് രാത്രി എനിക്ക് ബസ് ഉണ്ട്. ഇവിടുന്ന് നേരെ പോകുന്നത് കൈറോയിലേക്ക്, അതായത് ഈജിപ്തിൻ്റെ ക്യാപിറ്റലിലേക്ക് വന്ന സ്ഥലത്ത് തന്നെ. അവിടെ നിന്ന് നേരെ പോകുന്നത് മറ്റൊരു സ്ഥലത്തേക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.